രണ്ടാം ദിവസം രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു നല്ല സന്തോഷ വാർത്തയിലെ തുടങ്ങുന്നത്. 123 കിലോയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ. രാവിലെ എണീറ്റപ്പോൾ തന്നെ പിള്ളേർക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോൾ ഇന്നത്തെ അപ്പൻ്റെ ഒരു സ്പെഷ്യൽ ഷവർമ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസത്തെ കുറച്ച് പോർക്കിന്റെ ബാക്കി ഉണ്ടായിരുന്നു. അതും വെച്ച് പിള്ളേർക്ക് ചെറിയ തട്ടിക്കൂട്ട് ഷവർമ ഉണ്ടാക്കി കൊടുത്ത് ഞങ്ങൾ ഇറങ്ങണം. ഇന്നും 10,000 സ്റ്റെപ്പിലേക്ക് എത്തണേ. ഇന്ന് നോക്കുമ്പോൾ 176 ആയിട്ടുള്ളൂ. അങ്ങനെ പിള്ളേരും കൊണ്ട് നടക്കാൻ ഇറങ്ങി. എല്ലാ ദിവസവും കാണുന്ന ആൾക്കാരൊക്കെ അവിടെ ഇവിടെ വെച്ച് കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒരു ഔട്ട്ലൈൻ വില്ലേജിലേക്കാണ് നമ്മൾ പോണത്. വേറെ ഒന്നല്ല, എല്ലാ ബ്രാൻഡഡ് സാധനങ്ങൾക്കും ഭയങ്കര ചീപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഓഫർ ഇട്ടിട്ടുള്ള ഒരു വില്ലേജാണ്. എല്ലാ ബ്രാൻഡും ഉണ്ട്, നോർമൽ റേഞ്ചിലുള്ള ബ്രാൻഡുകളെല്ലാം ഉണ്ട്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രമുഖ ബ്രാൻഡിന്റെയും 60%, 70% ഒക്കെ ഓഫറുള്ള സ്ഥലം കൂടിയാണ് ഈ ഔട്ട്ലെറ്റ് വില്ലേജ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരുപാട് ആൾക്കാർ പർച്ചേസിനൊക്കെ വരുന്ന സ്ഥലമാണ്. പക്ഷെ അപ്പനൊരു പുതിയ പാർക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് പിള്ളേരെ നടത്തിക്കുന്നത്. ഞാൻ നടക്കണോടൊപ്പം പിള്ളേർ നടക്കണല്ലോ. അങ്ങനെ ഔട്ട്ലെറ്റ് വില്ലേജിലത്തെ വലിയൊരു കിഡ്സ് ഏരിയയിൽ കൊണ്ടുപോയി പിള്ളേരെ കളിപ്പിച്ചു. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് രസമായാലേ. നമ്മുടെ കുട്ടികൾക്ക് ഓരോ മാളുകളിലായാലും പബ്ലിക് സ്പേസിലായാലും കുട്ടികൾക്ക് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു സൈഡിലും മാതാപിതാക്കൾക്ക് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഒരു സൈഡിലും ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്കൊക്കെ ഫ്രീ ആണ് ഇവിടെ. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ വരണമെന്ന് പലപ്പോഴും വിചാരിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു കാപ്പി കുടിക്കാൻ കയറി ഗ്രിക്സ് ആണ് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് കോഫി ഷോപ്പ്. സ്റ്റാർബക്സിനേക്കാളും കോഫി എനിക്ക് ഇവിടുത്തെയാണ് ഇഷ്ടം. അപ്പൊ അവര് പറഞ്ഞു എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിത്താന്ന് പറഞ്ഞപ്പം അറിയാലോ പിള്ളേരും കൊണ്ടുപോകുമ്പോ പണി കുറെ എടുക്കണല്ലോ. അപ്പൊ അവർക്കൊരു ഡോണറ്റ് ബോക്സ് മേടിച്ച് ഡോണറ്റൊക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ വീണ്ടും നടത്താൻ തുടർന്നു. 5000 ഭക്ഷണം കഴിക്കാനല്ല നമ്മൾ വന്നത്, നമ്മൾ നടക്കാനാണല്ലോ വന്നത്. പക്ഷെ പിള്ളേർ കൊണ്ടുപോകുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ മറക്കേണ്ടി വരും. പക്ഷെ ഇതുവരെ നമ്മൾ ഫാസ്റ്റിംഗ് തെറ്റിച്ചിട്ടില്ല. ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ നടത്തം തുടർന്നു. 10,000 സ്റ്റെപ്പിലേക്ക് നടത്താം നമ്മൾ പതുക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ നടന്നെത്തിയത് വീണ്ടും അസ്റ്റേലിക്കാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അസ്റ്റേൽ വന്നിരുന്നു. ഇന്ന് കുറച്ച് കൂടുതൽ സാധനങ്ങൾ മേടിക്കേണ്ടതുണ്ട്. കുറച്ച് പ്രോട്ടീൻ, നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ ഇനി പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളാണല്ലോ കൂടുതൽ കഴിക്കേണ്ടത്. അങ്ങനെ പർച്ചേസിംഗ് കഴിഞ്ഞപ്പോൾ ലൂതർ പറഞ്ഞു, അപ്പാ ഇനി എനിക്ക് ഒരു അടി മുന്നോട്ട് നടക്കാൻ പറ്റില്ല, എന്നെ എങ്ങനെയെങ്കിലും ഓട്ടോസ് വിളിച്ച് കൊണ്ടുപോയാലും കുഴപ്പമില്ല, എനിക്ക് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഊബർ വിളിച്ചു ഞങ്ങൾ സാധനങ്ങളും ഉണ്ടല്ലോ, നമുക്ക് നടക്കാൻ ഇത്രയും സാധനം കൊണ്ട് നടക്കാനും പറ്റില്ല. അപ്പോൾ സാധനങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ഊബർ എടുത്ത് നേരെ വീട്ടിലേക്ക് വന്നു. അപ്പൻ്റെ ഡയറ്റാന്ന് പറഞ്ഞ് കുട്ടികളുടെ ഡയറ്റ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ കുട്ടികളിന്ന് സ്വല്പം ഡയറ്റിലായിരുന്നു. വന്ന വഴിക്കനെ കുറച്ച് പെട്ടെന്ന് കഴിക്കാനായിട്ട് ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫ്രൈഡ് ചിക്കൻ ഡയറ്റ് ചെയ്ത് കഴിച്ചു. ഒപ്പം തന്നെ ഞാനും 2 മുട്ട അപ്പം ഉണ്ടാക്കിയിട്ട് ഞാനും കഴിച്ചു. ഞാനും കുറച്ച് ഫ്രൈഡ് കഴിച്ചു കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മുടെ കുക്കിംഗ് സെക്ഷനും ഓണാവണം. ഇന്ന് നമ്മളൊരു ആഫ്രിക്കൻ സ്പെഷ്യൽ ചീര ചിക്കൻ ഉണ്ടാക്കുന്നത്. പിള്ളേർക്ക് ഫ്രൈഡ് ചിക്കൻ ഒന്നും ഒരു സൈഡിലേക്ക് ആയിട്ടില്ല. ചോറ് തരാമെന്ന് പറഞ്ഞു തുടങ്ങി. അങ്ങനെ ചോറും കൂട്ടാനൊക്കെ വെച്ച് പിള്ളേരെ ഹാപ്പി ആക്കി. ഒപ്പം തന്നെ അവളും സമയമായപ്പോൾ വന്നു. അവൾക്കും നമ്മുടെ സ്പെഷ്യൽ ഉപ്പേരിയും അതുപോലെ ആഫ്രിക്കൻ ചീര ചിക്കനൊക്കെ കൊടുത്ത് ഹാപ്പി ആക്കി. ഇന്നത്തെ ദിവസം ഒരു ഹാപ്പി ദിവസമായിരുന്നു. അങ്ങനെ നമ്മള് കൊന്തെത്തിച്ച് പതുക്കെ കൂടണഞ്ഞു.